കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റ വാർത്തകളിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള കോൺഗ്രസ് LDFന്റെ ഭാഗമാണ്. നിലവിൽ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാകും. മുന്നണിയിലേക്ക് ആരൊക്കെ വരുമെന്ന് അപ്പോൾ കാണാമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. അവരിപ്പോഴും ഇടതു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കമൻറ്റ് പറയാനില്ല. അവരുടെ ആ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDFന്റെ പക്കലേക്ക് കക്ഷികളും LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അത് ഉറപ്പായിട്ട് വരും. അത് ആരൊക്കെയാണ് എന്ന് ദയവ് ചെയ്തിപ്പോൾ ചോദിക്കരുത്. അത് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. കേരളത്തിൽ ഈ ഗവൺമെൻറ് ചെയ്യുന്ന എന്താ? ഇപ്പം സർക്കാർ ചെലവിലാണ് മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. ഈ മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ? അദ്ദേഹം ഭരിക്കുന്ന പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ക്വിസ് മത്സരം നടത്തി എല്ലാ ചോദ്യത്തിനും ഉത്തരം പിണറായി വിജയൻ എന്ന് വരുത്തി തീർക്കുന്ന നാണം കെട്ട പരിപാടി ഈ കേരളത്തിൽ ഒരു ഗവൺമെൻറ് ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് ക്വിസ് മത്സരം, അത് കുട്ടികളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പിണറായി വിജയൻ എന്ന് ഉത്തരം പറയിപ്പിക്കുന്ന ചോദ്യം സർക്കാർ ചെലവിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. ഈ നാണം കെട്ട പരിപാടി ഇത് മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി അപമാനമായി മാറും. ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു, ഈ പരിപാടി ഡ്രോപ്പ് ചെയ്യണം. നാണക്കേടാണ്, കേരളത്തിന് നാണക്കേടാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അപമാനകരമാണ്. ഇത് ചെയ്യരുത്, ഈ പണി ചെയ്യരുത്. പിന്നെ വീണ്ടും വീടുകളിൽ വോളണ്ടിയർമാർ പോവാണ്, CPM വോളണ്ടിയർമാർ. സർക്കാർ ചെലവിൽ ആ പരിപാടി അവസാനിപ്പിക്കണം. ഇനി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സ്വന്തം കാശെടുത്ത് നടത്തിയാൽ മതി. നിങ്ങൾ എന്ത് പ്രവർത്തനം നടത്തുന്നതിലും ഞങ്ങൾക്ക് എതിർപ്പില്ല. സ്വന്തം കാശ് വേണം. സർക്കാരിൻ്റെ കാശെടുത്ത് ഇതുപോലത്തെ പണി ചെയ്താൽ ഉദ്യോഗസ്ഥന്മാരോടുകൂടി ഞങ്ങൾ പറഞ്ഞേക്കാം, നിങ്ങളെല്ലാം ഉത്തരവാദികളാവും, അക്കൗണ്ടബിൾ ആവും. സർക്കാരിൻ്റെ പണമെടുത്ത് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അത് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ കൂടി ഉത്തരവാദികളാവും. ഞങ്ങൾ ഏതറ്റം വരെ നിയമയുദ്ധം നടത്തിയും ആ പണം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് CPM തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി എടുക്കുന്ന പണം ഞങ്ങൾ തിരിച്ചടപ്പിക്കുക തന്നെ ചെയ്യും. ഒരു സംശയമാണ്. അതേസമയം കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾ തള്ളി മന്ത്രി റോഷി അഗസ്റ്റിൻ രംഗത്ത് വന്നിരുന്നു. കേരള കോൺഗ്രസിൽ അഭ്യൂഹങ്ങളില്ലെന്നും ചർച്ചകൾ നടന്നോയെന്ന് തനിക്കറിഞ്ഞുകൂടാ എന്നും റോഷി അഗസ്റ്റിൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. 2 ആഴ്ച മുമ്പ് പാർട്ടി നയം ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രെഡിബിലിറ്റിയും ധാർമ്മികതയും കേരള കോൺഗ്രസ് എം പണയം വെച്ചിട്ടില്ലെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അഭ്യൂഹങ്ങൾക്ക് ഒരു പ്രസക്തിയും കേരള കോൺഗ്രസിലില്ല. കേരള കോൺഗ്രസുകൾ അങ്ങനെ എക്കാലത്തും അഭ്യൂഹങ്ങൾ കിടന്നിരിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ മറ്റു പല സ്ഥലത്ത് നിന്ന് ഉദയം ചെയ്യാറുണ്ട്. അതിനൊക്കെ കേരള കോൺഗ്രസ് മറുപടി പറയുന്നത് വലിയ പാടാണ്. ഇതിൻ്റെ യഥാർത്ഥ നിലപാട് ഇന്നത്തെ വാർത്തയിൽ പോലും ഇന്ന് രാവിലെ ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ കണ്ടു കാണുമല്ലോ. ഇന്നലെ വരാൻ കഴിയാത്ത സാഹചര്യം MLA മാർ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പങ്കെടുത്തു. അദ്ദേഹം വരാൻ പറ്റാത്ത സാഹചര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ അഭ്യൂഹം പക്ഷേ ഈ റിപ്പോർട്ട് വരുമ്പോൾ താങ്കളും ആ പ്രമോദ് നാരായണൻ മാത്രമേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുള്ളൂ തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് ആര് പറഞ്ഞു? നിലവിൽ അതാ വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞോ? പ്രമോദ് പറഞ്ഞോ? ഏതെങ്കിലും MLA മാർ പറഞ്ഞോ? അങ്ങനെ കേരള കോൺഗ്രസ് പാർട്ടി എന്തിനാണ് അങ്ങനെ ഞങ്ങൾ തന്നെ ചർച്ചയ്ക്ക് എടുക്കുന്നത്? ഇത് ഒരു വിസ്മയം സൃഷ്ടിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ഇത് വല്ലാത്ത കൂത്തല്ലേ സത്യത്തിൽ. അങ്ങനെ ഒരു സംസാരം ഉണ്ടാക്കാൻ ഇപ്പം ലേറ്റസ്റ്റായ വാർത്തയാണല്ലോ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ ചെയർമാൻ തന്നെ നയം വ്യക്തമാക്കി. ഇന്ന് അദ്ദേഹം പങ്കെടുക്കാത്തതിൻ്റെ കാര്യം ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് തെറ്റിദ്ധാരണജനകമായ വാർത്തകൾ സൃഷ്ടിക്കപ്പെടലാണ്. MLA മാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ചാൽ നിങ്ങളെല്ലാം വായിച്ചു കാണുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ചെയർമാൻ അല്ലേ പറഞ്ഞിരിക്കുന്നത്. 2 LDF മീറ്റിംഗിൽ പങ്കെടുക്കുന്നില്ല, LDFന്റെ വലിയൊരു സമരത്തിൽ പങ്കെടുക്കുന്നില്ല. അല്ല, അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കറിഞ്ഞുകൂടാ ആരോടെ ചർച്ച നടത്ത്. അത് ചർച്ച എന്ത് ചർച്ച? ഇതൊക്കെ പറയേണ്ട കേന്ദ്ര ബിന്ദു പാർട്ടി ചെയർമാനാണ്. മിഷൻ നമ്പർ 1. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്തയാണ് നിങ്ങൾ വായിച്ചത്. അത് വായിക്കുന്ന ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ അഭ്യൂഹം ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെ പറ്റും? ഈ പുറത്തു വരുന്ന കേരള കോൺഗ്രസുകളെ കുറിച്ച് എക്കാലത്ത് ഇങ്ങനെ പുറത്ത് പല വാർത്തകളും വന്നിട്ടുണ്ട്. അല്ല, അത് വന്നിട്ട് കാര്യമുണ്ടോ? ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് 5 പേരോട് ഇരിക്കുമല്ലായിരുന്നോ? ഇന്നലത്തെ ഉപവാസ സമരത്തിൽ ഞങ്ങൾ 5 പേര് ഇരുന്നത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? പിന്നെ എന്താ ഈ വാർത്തകൾ? LDFന്റെ മധ്യമേഖല ജാഥയുടെ ക്യാപ്റ്റനായിട്ട് ജോസ് കെ മാണി ഉണ്ടാവും. അല്ല, ജോസ് കെ മാണിയുടെ പേരിലല്ലേ ഇപ്പൊ ജാഥ നടത്തുന്നത്? ആര് പറഞ്ഞില്ലെന്ന്? ഉണ്ടാവും ചോദിക്കാം. അല്ല, അത് ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ടോ? ഇല്ലെന്ന് ആര് പറയണം?
അതിന് അങ്ങനെ ചോദിക്കുന്നത് ഗോവിന്ദ മാഷ് ആ ജാഥ പങ്കെടുക്കുകയാണെന്ന് നിങ്ങൾ CPM MLA ചോദിക്കുമോ? നിലവിലെ സാഹചര്യത്തിലാണ് ചോദിക്കുന്നത്. വിനയ് വിശ്വൻ ജാഥ പങ്കെടുക്കുകയാണെന്ന് CPM MLA ചോദിക്കുമോ? അത് തന്നെയല്ലേ സെയിം എഫക്റ്റ് അല്ലേ ഇവിടെയും? ഞങ്ങളുടെ ഒരു പാർട്ടി, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. ആ ക്രെഡിബിലിറ്റിയും ധാർമ്മികതയും ഒരു കാര്യത്തും പണയം വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയല്ല. അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ചെയർമാൻ തന്നെ വ്യക്തമാക്കി. ഇന്നലെ പോലും പങ്കെടുക്കാത്തതിന്റെ കാരണം ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലാത്ത കാര്യമില്ല. LDF സർക്കാർ തുടരും. LDF സർക്കാരിൽ LDF-നൊപ്പം കേരള കോൺഗ്രസ് തുടരും തന്നെയല്ലേ അങ്ങയുടെ പോസ്റ്റ് അർത്ഥം? ആരുടെ പോസ്റ്റിന്റെ? അങ്ങയുടെ തുടരുമെന്ന പോസ്റ്റ് അർത്ഥത്തെ കേരള കോൺഗ്രസിന്റെ മാത്രമല്ല LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ധാരണയും ചിന്തകൾക്കും വ്യത്യസ്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ട കാര്യം എവിടെയുണ്ട്? അവിടെയാണല്ലോ പ്രശ്നം. ഇതിങ്ങനെ അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് അപ്പുറത്തോട്ട് രേഖകളോടുകൂടി പറയാൻ കഴിയുന്ന എന്തെങ്കിലും വേണ്ടേ? ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പ്രാധാന്യം എന്തായിരിക്കും? സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടണ്ട പാർട്ടിക്ക് വിവിധങ്ങളായ കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് വിലയിരുത്തേണ്ടി വരും. ജാഥയുടെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. പക്ഷെ അത് അങ്ങനെ അജണ്ട വന്ന അവിടെ വരും. പാർട്ടിയുടെ കമ്മിറ്റി കൂടുമ്പോഴല്ലേ അറിയുന്നേ. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ലെന്നേ.